ഞാൻ കുറച്ച് ലേറ്റ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ കുഴപ്പമില്ല, എന്തായാലും വീഡിയോ ചെയ്തില്ലെങ്കിൽ മോശമായി പോകും. താഴെ വീണാലും പൊട്ടില്ല എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹോണർ X9B. പഴയ റിയൽമിയുടെ CEO ആയിരുന്ന നമ്മുടെ മാധവ് തണ്ണൻ പോയിട്ട് തുടങ്ങിയ ബ്രാൻഡാണ്. തുടങ്ങിയതല്ല, തിരിച്ചു കൊണ്ടുവന്ന ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ മാധവണ്ണൻ്റെ തള്ളിനൊരു കുറവുമില്ല. നമുക്ക് ജസ്റ്റ് ബോക്സിൽ എന്താ നോക്കുകയാണെങ്കിൽ ചാർജർ വരുന്നില്ല. പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 26,000 രൂപയ്ക്കാണ് ഇറങ്ങിയത്. 23,000 രൂപയ്ക്ക് ഓക്കേഷ് പ്രൈസ്. അത് നമുക്ക് HDFCൻ്റെ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 8GB 256GB ആണ് കിട്ടുന്നത്. കളേഴ്സ് 2 വരുന്നുണ്ട്, സൺറൈസ് ഓറഞ്ചും പിന്നെ ഒരു മിഡ് നൈറ്റ് ബ്ലാക്കും. അതിൽ മിഡ് നൈറ്റ് ബ്ലാക്ക് നമുക്ക് പ്ലാസ്റ്റിക് ബോഡിയാണോ കിട്ടുന്നത് നമുക്ക് വലിയ ഐഡിയ ഇല്ല. സൺറൈസ് ഓറഞ്ച് നമുക്ക് മറ്റേ വീഗൻ ലെതർ ഫിനിഷിലാണ് വരുന്നത്. പിന്നെ ഫ്രെയിംസ് പ്ലാസ്റ്റിക് ആണ് സ്വാഭാവികം. 185 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. 7.98 mm തിക്നെസ് മാത്രമാണ് വരുന്നുള്ളൂ. മാറ്റ് ഫിനിഷാണ്. ഡിസൈൻ ആസ്പെക്റ്റിലൊന്നും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു ഡിസൈനും പരിപാടിയൊക്കെ ഉള്ള ഫോണാണ്. നമ്മളെ ലക്ഷറി വാച്ച് ഡിസൈൻ ഇല്ലേ, മറ്റേ റിയൽമിയുടെ പരിപാടി, അതിനെനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ ആ ഒരു രീതിയിലാണ്, പ്രൈസും അങ്ങനെയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്ടോടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് അമർന്നത്. കൂടുതൽ ടൈം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവർ ഈ ഫോണിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ തള്ളിയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്, തള്ളി മറച്ചിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. സോ നമുക്കും കുറച്ച് നേരം അതിൻ്റെ മുകളിൽ പറയാം, പക്ഷേ കുറച്ച് നേരം പറയാനുള്ളൂ, അതാണ് ഒരു സങ്കടം. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ്. 10 ബിറ്റിൻ്റെ പാനലാണ്. 92.8 സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല കാണാൻ രസമുള്ള ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1200 നിറ്റ്സിൻ്റെയാണ് ബ്രൈറ്റ്നസ് വരുന്നത്. SGSൻ്റെ സർട്ടിഫൈഡ് ആണ്, അതായത് താഴെ വീണാലും പൊട്ടത്തില്ല എന്നാണ് അവർ പറയുന്നത്. HDR സപ്പോർട്ട് വരുന്നില്ല. സ്വാഭാവികമായി ഡോൾബി അറ്റ്മോസും വരുന്നില്ല. വൈഡ് വൈൻ L1 വരുന്നുണ്ടോയെന്ന് അറിയില്ല, വരുമായിരിക്കാം. പിന്നെ അവർ ഹോണർ 90 38,000 ഇറക്കിയ ഫോണിൽ മോണോ സ്പീക്കറെ തന്നിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ തരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും തന്നിട്ടില്ല. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആവറേജ് ആണ്. മോണോ സ്പീക്കറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് 26,000 രൂപയ്ക്ക്. ഡിസ്പ്ലേ താഴെ വീണാൽ പൊട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. 6 ഫീറ്റ് മുകളിൽ നിന്നും ഇങ്ങനെ എറിഞ്ഞിട്ടൊക്കെ നോക്കിയിട്ടും പൊട്ടിയിട്ടൊന്നുമില്ല. സംഭവം കറക്റ്റാണ്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. അതിൻ്റെ മുന്നേ ഫുൾ സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞു തീർക്കാം. സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ഏകദേശം 778G ചിപ്സെറ്റിനേക്കാളും താഴെയാണ് വരുന്നത്, മുകളിലല്ല. ആൻഡ് 4nm ചിപ്സെറ്റാണ്, വലിയ കുഴപ്പമില്ല. LPDDR4X UFS 3.1 ആവറേജ് കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം കുഴപ്പമില്ല. 5,32,000 പുറത്ത് ഒരു സ്കോർ വരുന്നുണ്ട്, കുഴപ്പമില്ല. 5800 mAh ബാറ്ററി, 2 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതൊരു നല്ല കാര്യമാണ്, അതെന്തായാലും നല്ല കാര്യം. അവർ 3 ഡേ എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് എങ്ങനെ അവർ 3 ഡേ പറഞ്ഞാലും 5800 ഉള്ളതുകൊണ്ട് നമുക്ക് 2 ഡേ സുഖമായിട്ട് കിട്ടും. അതൊരു നല്ല കാര്യമാണ്. അവർ 35 വാട്ടിൻ്റെ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചാർജർ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യുന്നവർക്കാണ് കിട്ടുക. പ്രീ ബുക്കിൻ്റെ ടൈം കഴിഞ്ഞു പോയെന്ന് എനിക്കറിയില്ല, സോറി, ഞാൻ നോക്കിയില്ല. മാത്രമല്ല ഞാൻ വീഡിയോ ചെയ്യാൻ വൈകിട്ടുണ്ടല്ലോ. 35 വാട്ടിൻ്റെ സപ്പോർട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് 30 വാട്ടിൻ്റെ ചാർജർ എന്താണ് ഹോണർ വിൽക്കുന്നത്. സോ ആ ഒരു രീതിയിൽ ചാർജ് ആവുള്ളൂ. ഇനി ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 60 FPS അത്യാവശ്യം നല്ല രീതിക്ക് BGMI ഒക്കെ കളിക്കാം. അത്രയേ ഉള്ളൂ. ഒരു നോർമൽ ഭയങ്കര ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഒന്നുമല്ല, അത്യാവശ്യം ഒരു ആവറേജ് ടൈപ്പ് ഫോണാണ്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്, ഫേസ് അൺലോക്ക്, AR ബ്ലാസ്റ്റർ വരുന്നില്ല, 5G വരുന്നുണ്ട്, വർക്കിംഗ് ആണ്, ഡ്യുവൽ 4G ക്വാളിറ്റി, ബ്ലൂടൂത്ത് 5.4 ഒക്കെ ഇറങ്ങിയടേ, എവിടെ ഇരിക്കുന്നത്? Wi-Fi 5, NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. ഹാപ്റ്റിക്സിനെ കുറിച്ച് നോ ഐഡിയ, ഹാപ്റ്റിക് ഉണ്ടോയെന്നുള്ളത്. ചിലപ്പോൾ ഒരു സാധാ വൈബ്രേഷൻ മോട്ടർ ഉണ്ടാവുമായിരിക്കും, ഡെഡിക്കേറ്റഡ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒന്നും എന്തായാലും ഇല്ല. സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ അവിടെയും പരാജയം. Android 13, പിന്നെ അവരുടെ സ്വന്തം Magic OS 7.2, അതിനെക്കുറിച്ച് എനിക്കധികം ഒന്നും പറയാനില്ല, കാരണം അതിനെക്കുറിച്ച് അധികം എനിക്കറിയില്ല. സോ അത് റിവ്യൂസ് തന്നെ നോക്കണം, കാരണം അധികം ആരും പുകഴ്ത്തിയിട്ടുമില്ല, അധികം താഴ്ത്തിയിട്ടുമില്ല. പക്ഷേ ഇതിന് ഞാൻ വീഡിയോ മൊത്തം ഇരുന്നിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാം. 2+3 അപ്ഡേറ്റ് ആണ് വരുന്നത്. 2 വർഷത്തിന് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്. ആൻഡ്രോയിഡ് 15 വരെയാണോ കിട്ടുക? അത് ശരിയല്ലാത്ത പരിപാടിയാണ്, കാരണം ആൻഡ്രോയിഡ് 13 ഉള്ളൂ. ആൻഡ്രോയിഡ് 14 പടർന്ന് പന്തലിച്ച് ആൻഡ്രോയിഡ് 15ൻ്റെ ബീറ്റ വെർഷൻ ഇറങ്ങിയടേ. എന്നിട്ട് ആ ബീറ്റ കഴിഞ്ഞ് വരുന്ന സാധനം ഇനി തരാൻ പോകുന്നത് എനിക്കറിയില്ല. ബ്ലോട്ട്വെയർ ഉണ്ട്. സോ ആവറേജ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ക്യാമറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 108 MP പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, നല്ല കാര്യം. 5 MP അൾട്രാ വൈഡ്, 2 MP മാക്രോ, 16 MP സെൽഫി. 1080p 30 FPS ആണ് സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. 4K 30 FPS ആണ് ബാക്കിൽ, നല്ല കാര്യം. ഇനി പ്രൈമറി ക്യാമറയെ കുറിച്ച് പറയുമ്പം നല്ലതാണ്. സെൽഫിയിലെ ഫോട്ടോസിനെ കുറിച്ച് പറയുമ്പോഴും നല്ലതാണ്. പോർട്രേറ്റും നൈറ്റ് മോഡും പിന്നെ മൾട്ടി മോഡ് കാര്യങ്ങളൊക്കെ കുറച്ച് ഫീച്ചേഴ്സും വരുന്നുണ്ട്.
ആ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ, ആ ഒരു പെർട്ടിക്കുലർ സെൻസർ, ഇപ്പോൾ സെൻസറാണോ നല്ലത് അല്ലെങ്കിൽ ഇവരുടെ ഒപ്റ്റിമൈസേഷൻ ആണോ അറിയില്ല. കാരണം ഹോണർ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഹുവാവിൻ്റെ കണക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യും, ക്യാമറ നല്ല രീതിയിൽ ചെയ്യും. സാംസങ്ങിനെ പോലെയൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് തരും. സോ ആ ഒരു പ്രൈമറി ക്യാമറ സെൽഫി ആയാലും ശരി ബാക്കിലായാലും ശരി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് നിങ്ങൾ മറന്നു വയ്ക്കുക, അത് അൾട്രാ വൈഡായിട്ട് കണക്കാക്കണ്ട. കാരണം പറ്റൂല, അത് നോക്കണ്ട, നമുക്കൊരു സുഖം ഉണ്ടാവില്ല. 5 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ അത്രയും അതിന് ഡീറ്റെയിൽസ് ഉണ്ടാവുള്ളൂ, വളരെ സോഫ്റ്റ് ഫോട്ടോ ആയിരിക്കും. സോ അതാണ് ഈ ഫോണിൻ്റെ അവസ്ഥ. സോഫ്റ്റ്വെയർ പോരാ, ക്യാമറ പറയുമ്പോൾ ഒരു ക്യാമറ ഉണ്ട്, പിന്നെ മാക്രോ ആർക്ക് വേണോടെ ഒഴിവാക്ക്. കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു താഴെ വീണാൽ പൊട്ടില്ല. ശരിയാണ്, എറിഞ്ഞിട്ടും പൊട്ടുന്നില്ല സാധനം. അത് എന്തോ സാധാരണ ഇപ്പം എൻ്റെ ഫോൺ വീണാൽ പൊട്ടും എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി അതിന് കുറവായിരിക്കും. അതായത് ഇതിനേക്കാളും പൊട്ടാനുള്ള പ്രോബബിലിറ്റി അതിന് കുറവായിരിക്കും. എന്തൊക്കെ ഗൊറില്ല ഗ്ലാസ് വെച്ച് തള്ളി മറിച്ചാലും ഗ്ലാസ്സാണ് പൊട്ടും, അത്രേ ഉള്ളൂ. ചിലപ്പം ഏത് ആംഗിളിൽ വീണാലെന്നറിയില്ല. പിന്നെ അവരെന്തോ ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷൻ്റെ ഒരു സാധനമൊക്കെ ഇൻബിൽട്ടായിട്ട് അതായത് നമുക്ക് തരുന്നുണ്ട്. 6 മാസത്തിനുള്ളിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ റീപ്ലേസ് ചെയ്ത് തരും ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് 3000 രൂപയുടെ പ്ലാന് വരുന്നുണ്ട്. ആ 3000 രൂപ കുറച്ചിട്ട് ഫോൺ 20,000 രൂപയ്ക്ക് ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല പാക്കേജ് ആയേനെ. പിന്നെ മോണോ സ്പീക്കേഴ്സ് ഒന്നും ഇപ്പോൾ ആരും എടുക്കൂലടെ, എന്താ പറയുന്നത്. താഴെ വീണാൽ പൊട്ടൂല എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ എങ്ങനെയാണ് വിൽക്കുക? നമ്മൾ എറിഞ്ഞ് പൊട്ടിക്കാനല്ല ഫോൺ വാങ്ങുന്നത്, നമ്മൾ ഫോൺ വാങ്ങുന്നത് ഉപയോഗിക്കാനാണ്. താഴെ വീണാൽ പൊട്ടുമില്ല എന്നുള്ളത് അടുത്തതാണ്, നമ്മൾ ആദ്യം ഉപയോഗിക്കുക ചെയ്യുന്നത്. ആദ്യം വീണാൽ പൊട്ടുമെന്നല്ല ചിന്തിക്കേണ്ടത്. മാത്രമല്ല അത് തന്നെയാണ് റെഡ്മിയും ചെയ്തത്. IP68 കൊടുത്തിട്ട് അവർ ബാക്കി ഫീച്ചേഴ്സിന് അധികം പ്രാധാന്യം കൊടുത്തില്ല. IP68 ശരിയാണ്, നല്ല ഫീച്ചറാണ്. പക്ഷെ നമ്മൾ ആദ്യം കൊണ്ടുപോയി വെള്ളത്തിലല്ല ഇടുന്നത്, ആദ്യം ഫോൺ ഉപയോഗിക്കും, പിന്നെയാണ് വെള്ളത്തിൻ്റെ ചിന്ത. സോ ആദ്യം നമ്മൾ പെർഫോമൻസ്, ഡിസ്പ്ലേ, എൻ്റെ കാഴ്ചപ്പാടാണ്, ആദ്യം പെർഫോമൻസ്, ഡിസ്പ്ലേ അങ്ങനെയുള്ളതല്ലേ നോക്കുക. അല്ലാണ്ട് ആദ്യമേ താഴെ വീണാൽ പൊട്ടൂല എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. സോ എൻ്റെ അഭിപ്രായം അതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് സൈഡിലെ ബെല്ലേക്ക് അമർത്തുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. താഴെ വീണാൽ പൊട്ടൂല എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ എടുക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങളുടെ ഉപയോഗം എന്താണോ അത്. നിങ്ങൾക്ക് സിനിമ കാണാനാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീക്കർ സെറ്റപ്പൊക്കെ ഉള്ള ഫോൺ 25,000-ന് പോക്കോ X6 Pro ഉണ്ട്. നല്ല ക്യാമറ ഉണ്ട്, അത്യാവശ്യം നല്ല ക്യാമറ ഉണ്ട്, നല്ല ഡിസ്പ്ലേയും നല്ല പെർഫോമൻസ് ഒക്കെ തരുന്നുണ്ട്. ഇനി ഈ ഫോൺ എന്തിനും എടുക്കണം? നമ്മൾ താഴെ വീണ സ്ക്രീൻ ഗാർഡ് ഇട്ട് ഉപയോഗിച്ചാൽ കിട്ടുന്നൊരു ഡ്യൂറബിലിറ്റി ഒക്കെ തന്നെ ഇതിനും ഉണ്ടാവുള്ളൂ. കാരണം ഇതിലവർ ഗൊറില്ല ഗ്ലാസ് ഉപയോഗിച്ചു എന്നും പറയുന്നില്ല. സോ എന്തോ ഒരു സംഭവം അവർ ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. ഞാൻ അതിനെ പുച്ഛിക്കല്ല, ഒരിക്കലും പുച്ഛിക്കല്ല, നല്ല കാര്യമാണ് ചെയ്തത്. പക്ഷേ ആ ഒരൊറ്റ കാര്യത്തിൻ്റെ മറവിൽ ബാക്കി ഫീച്ചേഴ്സിൽ കോംപ്രമൈസ് വരുത്തുക എന്ന് പറയുന്നത് അതൊരു ശരിയായ പരിപാടിയല്ല. സോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അത്യാവശ്യം നല്ല ഫോണാണ്, യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോരാ, അത്രേ എനിക്ക് തോന്നിയുള്ളൂ. ഓഫറിന് വരുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, 20-നൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, എടുത്തോ, അത്രേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.